കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ. 2 ദിവസം ക്ലാസ്സിലെത്താത്ത ആമ്പലിന്റെ അടുത്തേക്ക് കുട്ടികളെല്ലാവരും ചെന്നവളുടെ പനിയുടെ കാര്യങ്ങൾ തിരക്കിയാണ് സ്വന്തം സീറ്റിലേക്ക് പോയിരുന്നത്. സാറയും കൂട്ടരും ഒഴിച്ച്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പനി വന്നതിന് ഇത്രയുമൊക്കെ തിരക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ഭാവമാണ് അവർ 4-5 പേരുടെ മുഖത്ത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കുശുകുശുത്തും ഇരുന്നവരുടെ ആ ഫ്ലോ ഒക്കെ കളഞ്ഞുകൊണ്ടാണ് ഏതൻ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഒപ്പം കഴിഞ്ഞ 2 ദിവസമായി അവരത്ര പേടിയോടെയും ആഗ്രഹത്തോടെയും കാത്തിരുന്ന ഫിസിക്സിന്റെ പേപ്പേഴ്സ് കയ്യിലും. പേപ്പർ ടേബിളിന് മുകളിലേക്ക് വെച്ചതുമല്ല, പിള്ളേരെ അതിലേക്ക് നോക്കി നിശബ്ദമായി സീറ്റിലേക്കിരുന്നു. എന്തുപറ്റി? എല്ലാവരും പെട്ടെന്ന് ഡീസന്റ് ആയി പോയോ? 2 ദിവസത്തിനു ശേഷം അവന്റെ ചിരിച്ച മുഖം കണ്ട് കുട്ടികൾ പരസ്പരം നോക്കി. അതൊക്കെ പോട്ടെ, പ്രവീണെ ഇനി വന്നേടാ. കഴിഞ്ഞ ദിവസം മുഖം കൂർപ്പിച്ച് അത്രയും ചീത്ത പറഞ്ഞവൻ ഇന്ന് തന്നെ അത്രയും സ്നേഹത്തോടെ അരികിലേക്ക് വിളിപ്പിക്കുന്നവനെ ഒരല്പം പേടിയോടെ കണ്ടാണ് അടുത്തേക്ക് ചെന്നത്. ഇങ്ങനെ പേടിക്കാതെ അടുത്തേക്ക് വാടാ നീ. തന്റെ അടുത്ത് നിന്നും മാറി നിൽക്കുന്നവനെ ഏതൻ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നിർത്തി. കഴിഞ്ഞ ദിവസം ഞാൻ വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു. അതാ എനിക്ക് നിന്റെ തമാശ ആസ്വദിക്കാൻ പറ്റാതിരുന്നത്. സോറിടാ. ആരുടെയൊക്കെ മുന്നിൽ വെച്ചാണോ കഴിഞ്ഞ ദിവസം തനിക്ക് അപമാനം തോന്നിയത്, അതേ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഏതൻ തോളോട് തോൾ ചേർത്ത് പിടിച്ച് സോറി പറഞ്ഞതും പ്രവീണിന്റെ മനസ്സിൽ അവനോട് തോന്നിയ കാലുഷ്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആവിയായ പോലെയായി. സോറിടാ. അയ്യോ സർ, സാർ സോറി ഒന്നും പറയണ്ട. പെട്ടെന്ന് സാർ അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്നുള്ളത് നേരാ. എന്ന് വെച്ച് സോറി ഒന്നും വേണ്ട കേട്ടോ. ചെക്കൻ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞെങ്കിലും ഏതൻ ഒരിക്കൽ കൂടി കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനോട് മാപ്പ് പറഞ്ഞാണ് തിരികെ വിട്ടത്. എന്താ രമു, എന്താ ഇതൊക്കെ? കാര്യം മനസ്സിലാവാതെ ആമ്പലു രമ്യയോട് അല്പം കൂടി ഒട്ടി. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ബേബ്. സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതെന്താ ഇപ്പൊ പറഞ്ഞാല്? ആമ്പലുവിന്റെ ചുണ്ടുകൾ കീറി കൂർത്തു. ആ പേപ്പർ കയ്യിലോട്ട് ഏറ്റുവാങ്ങിയിട്ട് പറയാമേ. ടേബിളിൽ വെച്ചിരിക്കുന്ന പേപ്പർ ചൂണ്ടിക്കാട്ടി രമ്യ പറഞ്ഞതും പെണ്ണ് വിരൽ ചൂണ്ടിയെടുത്തേക്ക് അപ്പോഴാണ് ആമ്പലിന്റെ ശ്രദ്ധ പോകുന്നത്. രമു, നമ്മുടെ ആൻസർ ഷീറ്റ് അല്ലേ അത്? പെണ്ണ് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ബെസ്റ്റ്, നീ ഇപ്പോഴാണോ അത് കാണുന്നത്? അതെങ്ങനെ? ആരെയെങ്കിലും കാണുമ്പോൾ മുതൽ കുനിഞ്ഞു നിൽക്കാൻ തുടങ്ങും, പിന്നെ എങ്ങനെ കാണും? അവളെ ശകാരിച്ചും കൊണ്ട് രമ്യ പേപ്പറിൽ മാത്രം നോക്കിയതും മാർക്ക് എന്താവും എന്നുള്ള ടെൻഷനിൽ ആമ്പലിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ എങ്ങനെ? മാർക്ക് പറയാമല്ലോ അല്ലേ? പറയാം സർ. സാറയുടെ ശബ്ദമാണ് എല്ലാവരിലും ഉയർന്നു കേട്ടത്. അതേസമയം തന്നെ വന്ന നേരം മുതൽ ഇതുവരെ ഒന്നും നോക്കുപോലും ചെയ്യാതെ പേപ്പറിലേക്ക് നോക്കി വെപ്രാളപ്പെട്ടിരിക്കുന്നവളെ കണ്ട് ഏതനും നോക്കുന്നുണ്ടായിരുന്നു. പെണ്ണിന്റെ ഭയം ആലോചിച്ച് തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ പേപ്പറുകൾ ഓരോന്നായി എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ തുടങ്ങി. അത്യാവശ്യം എല്ലാവർക്കും നല്ല മാർക്കുണ്ടായിരുന്നു. ടോട്ടൽ 100 മാർക്കിൽ 80 തിയറിയും 20 പ്രാക്ടിക്കലുമാണ്. 100-ൽ 74-ഉം 75-ഉം എങ്ങനെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ആസിയും നൗഫിയും നിലത്തൊന്നുമായിരുന്നില്ലെങ്കിൽ കയ്യിൽ കിട്ടിയ 81 മാർക്കിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രമ്യയുടെ കണ്ണുകൾ അവന്റെ കയ്യിലിരുന്ന 2 പേപ്പറിൽ മാത്രമായി ചുരുങ്ങി. അവളുടെ മാത്രമായിരുന്നില്ല, ഒട്ടുമിക്ക എല്ലാവരുടെയും കണ്ണുകൾ ആ പേപ്പറിൽ മാത്രമായിരുന്നു. കാരണം അതിലൊന്ന് സാറയുടെയും മറ്റത് ആമ്പലിന്റെയുമായിരുന്നു. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ സാറയുടെയും ആമ്പലിന്റെയും കൂട്ടുകാരികൾ പരസ്പരം വെല്ലുകൾ നടത്തിയെന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലെ മാർക്ക് കാണാൻ അത്രയ്ക്കും ആകാംക്ഷയോടെ ഇരുന്നപ്പോൾ കൈയും കാലും ഒക്കെ തണുത്തു വിറച്ചിട്ട് ഏതു നേരവും തലകറങ്ങി വീഴും എന്ന അവസ്ഥയിലായിരുന്നു ആമ്പൽ. സർ, പ്ലീസ് സർ, ഇത്രയും സസ്പെൻസ് ഒന്നും വേണ്ട. ദേ നോക്കിയ ആമ്പലിനെ. അവള് വിറച്ചിട്ട് ആ ബെഞ്ചും ഡെസ്കും മൊത്തത്തിൽ ഇരുന്ന് വിറയ്ക്കുന്നുണ്ട്. ഇനിയും സാർ അത് പറഞ്ഞില്ലെങ്കിൽ അത് മിക്കവാറും ഭൂമികുലുക്കമായി മാറും കേട്ടോ. പ്രവീൺ അടുത്ത കൗണ്ടർ അടിച്ചതുമല്ല ക്ലാസ്സിലെ പിള്ളേരെല്ലാം അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. കാര്യം അവൻ തമാശയാണ് പറഞ്ഞതെങ്കിലും പെണ്ണിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഏതനും പിന്നെ കൂടുതൽ സസ്പെൻസ് ഇടാൻ നിന്നില്ല. അപ്പോൾ അവസാനത്തെ 2 പേരുടെ മാർക്ക് പറയാമല്ലേ? പറ പാപ്പാ. പ്രവീൺ എക്സൈറ്റ്മെന്റിൽ വിളിച്ചു കൂവിയതും ഏതൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സോറി സർ. പറഞ്ഞു സർ. അവൻ പെട്ടെന്ന് മര്യാദരാമനായി. ഓക്കെ പറയാം. ഈ 2 പേരിൽ ഒരാൾക്കാണ് ഇപ്രാവശ്യം ഫിസിക്സിന് ഫസ്റ്റ് ക്ലാസ്. ആർക്കാന്ന് പറയാൻ പറ്റുമോ? അതിപ്പോ സംശയം എന്താണ് സർ? സാറയ്ക്കാവും. സാറയുടെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മി പറഞ്ഞതും ഏതൻ ഒരു പുഞ്ചിരിയോടെ സാറയുടെ പേപ്പർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഒപ്പം ആമ്പലിന് അവളുടെയും. കയ്യിലേക്ക് പേപ്പർ കിട്ടിയതും സാറയ്ക്ക് മുന്നേ അത് തുറന്നു നോക്കിയത് രശ്മിയായിരുന്നു. വാവ്, 100-ൽ 97. സാറാ, ഇത്തവണ നീയാടി ഫസ്റ്റ്.
രശ്മിയും ഗ്രൂപ്പും സന്തോഷത്തോടെ പറഞ്ഞതും സാറ പുച്ഛത്തോടെ ആമ്പലിനെ ഒന്ന് നോക്കി. എന്തു പറ്റി ആമ്പൽ? മാർക്ക് അറിയണ്ടേ? കയ്യിലിരിക്കുന്ന പേപ്പർ തുറന്നു നോക്കാതെ ഇരിക്കുന്നവളെ നോക്കി ഏതൻ ചോദിച്ചു. എടി, അവൾ അത് തുറന്നിട്ട് നമുക്കൊന്നും മാർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ അത് തുറന്നു നോക്കിയേ രമു. പിന്നിൽ നിന്ന് നൗഫിയാണ് വിളിച്ചു പറഞ്ഞത്. എന്തോ ആമ്പലിനോളം തന്നെ വെപ്രാളം രമിക്കും ആ നിമിഷം തോന്നിയത് കൊണ്ടാകും അവളുടെ കൈയും കാലും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ നോക്കാനൊന്നുമില്ല ആസി, സാറയാണ് ഫസ്റ്റ്. അല്ലാതെ നിങ്ങളുടെ ആമ്പലിന് 97 മുകളിലൊന്നും കിട്ടത്തില്ലല്ലോ. 98.5. രശ്മിയുടെ പുച്ഛം നിറഞ്ഞ വാക്കുകളെ കേട്ട് കട്ട് ചെയ്യും പോലെ രമ്യയുടെ ശബ്ദം ഉയർന്നു. എന്താ? സാറ ഞെട്ടിക്കൊണ്ടാണ് രമ്യയെ നോക്കിയത്. ആമ്പലു, എടി നിനക്ക് 98.5. ഈ പ്രാവശ്യം ക്ലാസ് മൊത്തം കേൾക്കും പാകത്തിൽ കൂവിക്കൊണ്ടാണ് രമ്യ പേപ്പറുമായി ചാടി എഴുന്നേറ്റത്. ആസി, നൗഫി, എടാ ഇവക്ക് 98.5. എനിക്ക് വയ്യ. എടാ ഇപ്രാവശ്യം ഫിസിക്സിന് ആമ്പലിനാടാ ക്ലാസ് ഫസ്റ്റ്. അപ്പോഴേക്കും ഇരുന്നിടത്ത് നിന്നും ചാടി ഇറങ്ങി വന്ന ആസിയും നൗഫിയും ചേർത്ത് പിടിച്ചുകൊണ്ട് രമ്യ ആമ്പലിനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് തുള്ളി. ആ നേരമെല്ലാം ഏതന്റെ കണ്ണുകൾ അവർക്ക് നടുക്ക് നിൽക്കുന്നവരിലായിരുന്നു. കുറച്ചു മുന്നേ വരെ പേടികൊണ്ടായിരുന്നു ആ കണ്ണുകൾ ഇറുകി അടഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് കിട്ടിയ മാർക്കിന്റെ ഞെട്ടലിലാവുമെന്നോർത്ത് ഏതൻ അറിയാതെ ചിരിച്ചുപോയി. ഇങ്ങനെയൊരു പെണ്ണ്, ഇവളെ ഞാനിനി എങ്ങനെ നന്നാകും ദൈവമേ. തല വിലങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഏതൻ അവൾ ഒന്ന് കണ്ണു തുറന്ന് തന്നെ നോക്കാൻ വേണ്ടി അത്രയും ആഗ്രഹത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ആ നിമിഷമായിരുന്നു അവൾ അവനെ കണ്ണു തുറന്ന് നോക്കിയതും. അത് കണ്ടതും ഏതൻ 2 കണ്ണും ചിമ്മി അവളെ നോക്കി ചിരിച്ചു. ആശ്വാസം പോലെ അവനായി അവളുടെ ചുണ്ടുകളും ആ നിമിഷം വിരിഞ്ഞിരുന്നു. എന്റെ പൊന്നു വസുവേട്ടാ, നിങ്ങളിപ്പോ ഇവിടെ വേണമായിരുന്നു. ഈ അമ്മയും അച്ഛനും കൂടി കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാലുണ്ടല്ലോ. എന്താപ്പോ ഞാൻ പറയുക? തലയിൽ കൈകൊടുത്തു പറയുന്നതിന്റെ ഭാവങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഇപ്പുറത്തു നിന്നും വസു ചിരിച്ചു. അമ്മയുടെ പായസം വെപ്പും അച്ഛന്റെ ബഹളവും ഒക്കെ കണ്ടാൽ തോന്നും അവൾ ഏതോ IIT പരീക്ഷ നേടിയിട്ട് വന്ന പോലെയാന്ന്. ഒപ്പമുള്ള വാലുകളാണെങ്കിൽ പറയാതിരിക്കുക ഭേദം. സ്കൂളിൽ നിന്ന് വന്നു കയറിയതേ ഉണ്ടായിരുന്ന ട്യൂഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ച് പായസം വെക്കാൻ പറയാൻ വേണ്ടിയാണ്. അത് കേൾക്കാനിരുന്ന പോലെ ഒരമ്മയും. എന്തായാലും വാലുകളും അമ്മയും അച്ഛനുമൊക്കെ അടുക്കളയിൽ തന്നെയാണ്. അപ്പൊ നിന്റെ അമലുവോ? എന്റെ കൊച്ചിനോട് അടുക്കളയിലൊന്നും കയറേണ്ട, പായസം കുടിക്കാൻ സമയമാകുമ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛനും ലവർക്ക് പിന്നാലെ വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്റെ അമലു എന്ന് വസു മനഃപൂർവ്വം പറഞ്ഞതായിരുന്നുവെങ്കിൽ എന്റെ അമലു എന്ന് ഏതൻ അറിയാതെയാണ് പറഞ്ഞത്. എന്റെ പൊന്നേട്ടാ, ഈ വട്ടുകളുടെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്ന എന്നെയുണ്ടല്ലോ, ഏട്ടന് സമ്മതിക്കണം. തല കുടഞ്ഞുകൊണ്ട് അവൻ സ്ക്രീനിലിരിക്കുന്നവനെ നോക്കി വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടു. അതൊക്കെ ശരി. പക്ഷെ ഇതിന്റെയൊക്കെ കാരണക്കാരി എവിടെ? അവളെപ്പറ്റി ഒന്നും പറയുന്ന കേട്ടില്ലല്ലോ. ആമ്പലിനെ പറ്റി പറയുമ്പോഴുള്ള അവന്റെ ഭാവം അറിയാൻ മനഃപൂർവ്വം എന്ന പോലെ വസു ചോദിച്ചു. അതാണ് ഏട്ടാ ഇതിലൊക്കെ ഹൈലൈറ്റ്. രാവിലെ ഞാൻ കൊടുത്ത മാർക്കാണ് അവൾക്ക്. പക്ഷെ ഇപ്പൊ പോലും പെണ്ണതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ഓരോ നിമിഷവും ഞെട്ടുന്ന കാണാം. അത് പറയുമ്പോൾ ഏതന്റെ ചിരി അത്രയും മനോഹരമായിരുന്നു. സത്യം പറടാ, ശരിക്കും ഇത് അവൾക്ക് കിട്ടിയ മാർക്കാണോ അതോ നിന്റെ സോഫ്റ്റ് കോർണറോ? ഇനിയിപ്പോ വല്ല കോപ്പിയടിയും? വസു പുരികം പൊക്കിയും താഴ്ത്തിയും അവനോട് സംശയം പോലെ ചോദിച്ചത് മാത്രമേ വസുവിന് ഓർമ്മയുള്ളൂ. ദേ, ഏട്ടാന്ന് വിളിച്ച നാവും കൊണ്ട് എന്നെ വേറൊന്നും കൂടുതൽ വിളിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങള്. അവള് നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണത്. എന്നിട്ടും ദൃഷ്ടിപ്പെടേണ്ട എന്ന് കരുതി ഞാൻ അരമാർക്ക് കുറയ്ക്കുകയും ചെയ്തു. അപ്പോഴാ അങ്ങേരുടെ ഉണ്ടാക്കിയ സംശയം. ചോദ്യം ചെയ്തത് അവന്റെ പ്രൊഫഷനെ പറ്റിയും അവളുടെ ഇന്റഗ്രിയെ പറ്റിയും ആയതുകൊണ്ട് ചെറുക്കന്റെ മട്ടും മതിരിയും മൊത്തം അങ്ങ് മാറി. ഇത്രയും നേരം ചിരിച്ചു കളിച്ച് സംസാരിച്ചവന്റെ മുഖം മാറുന്നത് കണ്ടതും വസു പിന്നെയും അവനെ സാവൂതം നോക്കി. ദേ, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പേട്ട സൈക്കോളജി കണ്ടുപിടിക്കാനൊന്നും വരണ്ട. ശരിക്കും ആ പെണ്ണ് രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഇതിനു മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിനും അവളുടെ മാർക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. കെമിസ്ട്രിക്കും ഇത്രയൊക്കെ തന്നെയാണ്. ആകെ അവൾക്ക് മാർക്ക് പോയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് 90 ആണെന്ന് തോന്നുന്നു. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കൊച്ചിന്റെ കാര്യമാണ് ദുഷ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ കയറി ചോദിക്കുന്നത്. ഏതന് എത്രയൊക്കെ പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ചേടാ, ഞാനൊരു സംശയം ചോദിച്ചതല്ലേ സാറേ, അതിന് ഇത്രയുമൊക്കെ കയറി ക്ഷോഭിക്കേണ്ട കാര്യമുണ്ടോ ഹേ? അവന്റെ പിണക്കം മാറാത്ത മുഖത്ത് നോക്കി വസു പിന്നെയും അവനെ ചൊടിപ്പിച്ചു. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയേ, അല്ലെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ ഇതിലും കൂടി നിങ്ങളെ കയറി തല്ലി കൊന്നെന്ന് വരാം. വെറുതെ എന്നെ ഒരു കൊലപാതകയാക്കരുത്. പറയുന്നതിനൊപ്പം തന്നെ അവൻ വസുവിന്റെ ഫോൺ കട്ട് ചെയ്തു. ഇതിപ്പോ കുറച്ചു ദിവസമായി ഇങ്ങനെയാണ്. വിളിക്കുന്നതും സംസാരം തുടങ്ങുന്നതും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ്.
പക്ഷെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും മനഃപൂർവ്വം വസു ആമ്പലിനെ തിരികെ കയറ്റും. പിന്നെ അടിയായി വഴക്കായി തർക്കമായി അവസാനം ദേ ഇതുപോലെ തുള്ളിക്കൊണ്ടൊരു ഫോൺ വെപ്പും. വസുവിനോടുള്ള കലിപ്പിലാണ് ഫോൺ വെച്ച് കട്ടിൽ നിന്നും ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാതിൽ കടന്നതുമല്ല, പേടിച്ചും വിറച്ചും തളർന്നും കൊണ്ടും ഒരെണ്ണം അവിടേക്ക് വരുന്ന കണ്ടു. ഉം എന്തു പറ്റി? ഒരുപാട് സന്തോഷത്തിൽ വിരിയേണ്ട മുഖത്ത് കണ്ട സങ്കടത്തിൽ ഏതാണ്ട് കണ്ണൊന്ന് കൂർത്തു. ഒന്നുമില്ല. അവള് പതുപോലെ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും നല്ല ഭംഗിയായി പാളിപ്പോയി. കള്ളം പറയാൻ നിനക്കറിയില്ലെങ്കിൽ അതിന് ശ്രമിക്കാതിരുന്നൂടെ അമലു? ആ മുഖത്ത് നോക്കി ചോദിച്ചതും അവളുടെ മിഴികൾ താന്നു. അമലു, എന്താടി? സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ നിന്റെ മുഖം ശ്രദ്ധിച്ചതാണ്. എന്താടാ, എന്താ കുഞ്ഞേ ഈ സങ്കടം? അവളുടെ കണ്ണിലെ നീർച്ചായ്വ് കണ്ടതും ഏതൻ പെട്ടെന്ന് അവൾക്കരികിലേക്ക് ചെന്ന് ചൂണ്ടുവിരൽ കൊണ്ടവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു. സാറ, ഇത് കുറച്ചു മുന്നേ പ്രതീക്ഷിച്ചതാണ്. ഇത്തിരി താമസിച്ചു എന്നേയുള്ളൂ. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. സാർ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് അവൻ അത്രയും ആർദ്രമായാണ് ചോദിച്ചത്. ഞാൻ ഞാൻ കോപ്പി അടിച്ചതാന്ന്. ബാക്കി പറയുന്നതിന് മുന്നേ പെണ്ണ് മുഖം പൊത്തി കരയാൻ തുടങ്ങി. അത് കണ്ടതും അത്രയും നേരം അവനിലുണ്ടായിരുന്ന സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചു. അമലു, എടിയേ, എന്തിനാ കുഞ്ഞെ കരയുന്നേ? അവളുടെ കരച്ചിൽ കണ്ടതും തന്റെ മുന്നിൽ നിന്ന് കരയുന്നവളെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അമലു, ഡീ, ഞാനൊക്കെ കോപ്പി അടിച്ചതാന്ന്. വിതുമ്പലിൽ പാതിയും മുറിഞ്ഞുപോയവൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നവന്റെ നെഞ്ചിലേക്ക് നെറുകെ മുട്ടിച്ച് അവന്റെ ഇടുപ്പിന്റെ ഇരുവശവും വിരലുകൾ അമർത്തി ഏങ്ങിയേങ്ങി കരഞ്ഞു. എടി, ആ വിവരം കെട്ടവൾ എന്തെങ്കിലും പറഞ്ഞൂന്ന് കരുതി നിനക്ക് നാണമില്ലടി ഇങ്ങനെ നെഞ്ചുപൊട്ടി കരയാൻ? അവളെ ചേർത്ത് പിടിച്ച് വഴക്കു പറയുമ്പോൾ പോലും അവന്റെ കൈകൾ അവളുടെ തോളിൽ ആശ്വാസം പോലെ തട്ടുന്നുണ്ടായിരുന്നു. അമലു, എടിയേ, കുഞ്ഞേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ മോളെ. അവളുടെ മുഖം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് ഏതൻ അത്രയും കരുതലോടെ വിളിച്ചതും അവൻ കാണുന്നത് അന്തം വിട്ട് വാപൊളിച്ചു നിൽക്കുന്ന വാൽകഷ്ണങ്ങളെയാണ്. ഏതൻ ഒരു നിമിഷം കൊണ്ട് വല്ലാതെയായി. അതിലും കഷ്ടമായിരുന്നു അവരെ നോക്കി നിന്നവരുടെ അവസ്ഥ. സാറും ആമ്പലും, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ച്. മൂന്നു പേരുടെയും കണ്ണുകൾ മിഴിച്ചുപോയി എന്നതിനപ്പുറം അവർ ശരിക്കും ഞെട്ടി എന്ന് പറയുന്നതാകും കൂടുതൽ സത്യം. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഏതനും. തന്റെ നെഞ്ചിൽ മുഖമുയർത്തി നിൽക്കുന്നവളെ നോക്കി അവളാണെങ്കിൽ വല്ലാതെ കരയുകയായിരുന്നു. മുന്നിൽ നോക്കി നിൽക്കുന്നവരെ അവൾ തട്ടിമാറ്റിയാൽ പെണ്ണ് പിന്നെയും പരിഭ്രമം കൊണ്ട് എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ കഷ്ടം ഇവരെന്തെങ്കിലും സംശയം പോലെ ചോദിച്ചാൽ മുന്നോട്ടുള്ള കുറെ ദിവസം അതുമാത്രം ആലോചിച്ച് കാടുകയറി അടുത്തത് ഓരോന്നുണ്ടാക്കി വെക്കും പെണ്ണ്. വല്ലാതെ ഒരു കൂട്ടം ചിന്തകളോടെ ഏതൻ അവളുടെ ഇടതുതോളിൽ വെച്ചിരുന്ന കൈ നെറ്റിയിൽ ഒന്നമർത്തി. ഒപ്പം അവരോട് പുറത്തേക്ക് നിൽക്കൂ എന്ന് പറയും പോലെ കൈയും കാണിച്ചു. തന്റെ ഹൃദയം തൊട്ടി നിൽക്കുന്നവള് വന്നവരെ ഇതുവരെ കണ്ടിട്ടില്ല. തന്റെ നോട്ടം ഒന്ന് തെറ്റിയാൽ പോലും അവൾ ചിലപ്പോ അവരെ കണ്ടേക്കാം. വേണ്ട, ഏതൻ പിന്നെയും അങ്ങനെ തന്നെ നിന്നുകൊടുത്തു അവൾക്കായി. അവളുടെ സങ്കടങ്ങൾ പെയ്തു തോരാനായി. ആസിയും നൗഫിയുമായിരുന്നു പെട്ടെന്ന് സ്ഥലകാലബോധം നേടിയെടുത്തത്. ഞെട്ടലിൽ നിന്നവർ രമ്യയെ കൊണ്ട് വാതിലിന് പുറത്തേക്ക് നടന്നതും ഏതന്റെ ശ്രദ്ധ പഴയതുപോലെ ആമ്പലിൽ മാത്രമായി. ഇതേസമയം പുറത്തേക്ക് വന്നവളുടെ തോളിൽ അവന്മാർ തട്ടിയതും അവളും ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി. എടാ അകത്ത്, എടാ സാറും ആമ്പലും, എടാ അവർ. ആസി ഞെട്ടിക്കൊണ്ട് നൗഫിയോട് ചോദിച്ചതും രമ്യ അവന്റെ വായ് പൊത്തി. മിണ്ടാതിരിക്കും നൗഫി. എടി, അകത്ത് നീ കണ്ടില്ലേ? കാണാതിരിക്കാൻ എനിക്ക് പൊട്ടൊന്നുമില്ല. അല്പം ദേഷ്യത്തോടെയാണ് അവൾ അവനെ നോക്കിയത്. രമു, ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. പലപ്പോഴും കണ്ണിൽ കാണുന്നതിന്റെ അർത്ഥം അതുതന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രമ്യയുടെ മറുപടി ഒരു പരിധിവരെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെയും കൺവിൻസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. കാരണം അത് ആമ്പലും ഏതനുമായിരുന്നു. കുറച്ചു നിമിഷം കഴിഞ്ഞതുമല്ല അവരുടെ മുന്നിലേക്ക് വന്നത് ഏതനാണ്. അവനെ കണ്ടതും വല്ലാത്തൊരു ചളിപ്പോടെയും വെപ്രാളത്തോടെയും ബാക്കി രണ്ടുപേരും നോക്കിയപ്പോൾ രമ്യ അവന്റെ കണ്ണിലേക്ക് മാത്രമാണ് നോക്കിയത്. രമ്യ, അത് പിന്നെ അവൾ കരയുകയായിരുന്നു അല്ലേ സർ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ ഇത്തവണ ഞെട്ടിയത് ഏതനാണ്. കാരണം തങ്ങളുടെ നിൽപ്പും രൂപവും ഒക്കെ കണ്ടാൽ ഏതൊരാൾക്കും കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണെന്ന് മാത്രമേ ആ നിമിഷം തോന്നുകയുള്ളൂ. കാരണം അവളുടെ മുഖം തന്റെ നെഞ്ചിലാകെ അമർന്നിരിക്കുകയായിരുന്നു. പിൻഭാഗം കണ്ടാൽ ആർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ അധിക നേരമൊന്നും വേണ്ട.
അപ്പോഴാണ് ഇവിടെ ഒരാൾ കണ്ട കാഴ്ചയെ മറന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത്. ഏതൻ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും രമ്യയിൽ നിന്നും ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പാണ് ഉതിർന്നത്. ഞങ്ങളെ അങ്ങനെ കണ്ടിട്ടും നിനക്ക് എങ്ങനെയാ രമ്യ ഇത്ര കൃത്യമായി കാര്യം മനസ്സിലായത്? ഉള്ളിലുള്ള സംശയം ഏതന് ചോദിക്കാതിരിക്കാൻ ആ നിമിഷം കഴിയുമായിരുന്നില്ല. ജനിച്ചപ്പോൾ മുതൽ കാണുന്നതല്ലേ സാറേ ഞാൻ അവളെ. പെണ്ണ് കരഞ്ഞു തുടങ്ങിയാൽ പിന്നെ അവൾക്ക് ഒരു ബോധവുമില്ല. ബേസിക്കലി ഇല്ല. പിന്നെ കീറി തുടങ്ങിയാൽ ഒട്ടുമില്ല. അവളുടെ ആ പറച്ചിലിൽ ബാക്കി 3 പേരും ചിരിച്ചു പോയിരുന്നു. പ്രിയപ്പെട്ടവരാരെങ്കിലും അടുത്തു നിൽപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചായും. ഇതിപ്പോ സാറിനോട് അത്രയും കംഫർട്ട് ലെവൽ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുഖവും കുത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്ന് ഒരൊറ്റ കരച്ചിലാണ് പെണ്ണ്. ആമ്പലിന്റെ ഓരോ രീതിയും എടുത്തു പറയുന്ന രമ്യയെ ഏതനും മറ്റു രണ്ടുപേരും വല്ലാത്തൊരു ഇഷ്ടത്തോടെ നോക്കി. ഏതൻ വെറുതെ ഒന്ന് മൂളി. സത്യം സാറേ, കണ്ട കാഴ്ചയിൽ ഞങ്ങളും ഞെട്ടിപ്പോയിരുന്നു കേട്ടോ. അതൊക്കെ പോട്ടെ, ഇത്രയും നല്ല മാർക്ക് കിട്ടിയിട്ടും അവളിങ്ങനെ ചങ്ക് പൊട്ടി കരയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. എന്താ സർ കാര്യം? ആസിയുടെ ചോദ്യത്തിന് ഏതൻ വളരെ കുറഞ്ഞ വാക്കുകളിൽ മറുപടി നൽകി. അല്ലെങ്കിൽ ആ പന്ന മോൾക്ക് ഇത്തിരി കൂടുതലാണ്. നിർത്തിക്കൊടുക്കാൻ അറിയാൻ വയ്യായിട്ടുമല്ല സാറേ, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളായിട്ട് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ആ അളിഞ്ഞ മോൾക്ക് അങ്ങ് അറ്റത്തെ അഹങ്കാരം. കോപ്പി അടിച്ചതേ അവളുടെ ഉപ്പാപ്പ. ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിന്നവന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ട് ഏതൻ പോലും ഞെട്ടിപ്പോയി. ആസി, എടാ. അവൻ പറയുന്നതൊക്കെ 100% ശരിയായിരുന്നു എങ്കിലും സ്വന്തം അധ്യാപകന്റെ മുന്നിൽ വെച്ച് ഇക്കണ്ട ചീത്ത മുഴുവനും പറയുന്ന കേട്ട് രമ്യ നൗഫിയും ഒരുപോലെ അവനെ തടഞ്ഞു. സോറി സർ, അറിയാതെ. അത് വലിച്ചു നീട്ടാതെ അവനൊന്ന് മൂളി. ഇതിനൊരു പണി ഞങ്ങൾ സാറയ്ക്ക് കൊടുക്കും, സാറ് നോക്കിക്കോ. രമ്യ പറഞ്ഞതും വേണ്ടെന്നുള്ള രീതിയിൽ ഏതൻ തലയാട്ടി. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടും എന്ന് പേടിച്ചാണ് അമലു ഇതൊന്നും ഇത്രയും നേരം നിങ്ങളോട് പറയാതിരുന്നത് പോലും. അറിയാലോ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം വന്നവരെന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് തെളിഞ്ഞാൽ അവർക്ക് പിന്നെ ഫൈനൽ എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്തേന്ന് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പറയുമ്പോൾ അവന്റെ ശബ്ദത്തിലെ ഗൗരവത്തിനും അപ്പുറം മുഖം വല്ലാതെ വരിഞ്ഞു മുറുകിയിരുന്നു. തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിയാത്ത ഭാവം എടുക്കാതെ അകത്തേക്ക് ചെന്ന് അവളെയും കൂട്ടി പൊക്കോ. ഏതൻ അവിടെ നിന്ന് പോയതും അവന്റെ മുറിയിൽ നിന്നും മുഖം കഴുകി ഇറങ്ങി വരുന്നവളെ എന്തൊക്കെയോ പറഞ്ഞു ചിരിപ്പിച്ച് പായസം കുടിപ്പിക്കാനായി ടീച്ചറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയവർ. ഒരുപാട് സന്തോഷത്തോടെ പായസം കുടിച്ച് ഇറങ്ങും മുന്നേ ആമ്പൽ ഏതനെ ഒന്ന് നോക്കി. അവിടെ നിന്നും ഇരു കണ്ണുകളും ചിമ്മിയൊരു പുഞ്ചിരി കിട്ടിയതും സന്തോഷത്തോടെ തലയൊന്ന് മെല്ലെ ആട്ടി പെണ്ണ് പടിയിറങ്ങി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടുള്ളൂ. നന്ദി.